മാടായി കോളേജിൽ ഒരുക്കിയ പശ്ചിമ ബംഗാളിലെ ഗോത്രവർഗ്ഗക്കാരുടെ പടച്ചിത്ര എന്ന പാട്ടും പെയിന്റിങ്ങും ഉൾപ്പെടുന്ന പ്രത്യേക പ്രദർശനം ശ്രദ്ധേയമായി. പ്രകൃതിദത്ത പെയിന്റുകൾ ഉപയോഗിച്ച് തുണിയിലും മരത്തടിയിലുമാണ് ഈ കലാകാരന്മാർ വർണ്ണവിസ്മയം തീർത്തത്. ये मछली का शादी है, उस पर गाना कर रही हूँ। दाड़िया मछली बिये देते चलो गो रंगीला, ওই দাড়িয়া মাছের বিয়ে দিতে চলো গো রঙ্গিলা। পুঁটি মাছ বলে আমি তোর বিয়েতে নাচ বলো রঙ্গিলা, ওই দাড়িয়া মাছের বিয়ে দিতে চলো ഗോ রঙ্গিলা। ഇത് പശ്ചിമ ബംഗാൾ സ്വദേശിനിയായ പമ്പ ചിത്രകർ അഴകോടെ വരയ്ക്കുന്നതിനൊപ്പം ചിത്രം വിശകലനം ചെയ്യുന്ന രീതിയിലുള്ള പരമ്പരാഗത ഗോത്ര വിഭാഗത്തിലെ പാട്ടുകൾ പാടുകയാണ് പ്രദർശനത്തിലൂടെ ഇവർ ചെയ്തത്. കൈകൊണ്ടുണ്ടാക്കിയ വിവിധതരം കരകൗശല വസ്തുക്കൾ, ചിത്രങ്ങൾ തുടങ്ങിയവയെല്ലാമാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്. ഇലകളിൽ നിന്നും പൂക്കളിൽ നിന്നുമെല്ലാം ശേഖരിച്ച പ്രകൃതിദത്ത നിറം ചാലിച്ച പെയിന്റിംഗ് ഉപയോഗിച്ചാണ് തുണിയിലും പേപ്പറിലും മരത്തടിയിലുമെല്ലാം ഇവർ വരച്ചെടുക്കുന്നത്. പെയിന്റിംഗ് ചെയ്ത മിനുക്കിയെടുത്ത വിഷറിയും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഛൗ മഹോത്സവം എന്ന ശില്പശാലയിലൂടെ ഇന്ത്യയുടെ തന്നെ സംസ്കാരവും കലയുമെല്ലാം വിദ്യാർത്ഥികൾക്ക് അടുത്തറിയാനായി. ദൂരെ നിന്നും ഇവിടേക്ക് എത്തിയ കലാകാരന്മാർക്കും അത് പുതിയ അനുഭവമായി. बहुत दूर से आए हैं, बहुत अच्छा लगा ये पेंटिंग दिखाने भी, और कुछ तो लोग तो लिया है, मुझे अच्छा लगा और कुछ नहीं। ये तो पहली बार मेरा केरला में, मैं बहुत दूर तक गई पर केरला में फर्स्ट हुआ मेरा, और मैं तो ज़्यादा हिंदी नहीं बोल सकती तो ठीक है, मुझे अच्छा लगा। और इस पर यहाँ का जो सब है मेरा गाना में फोकस कर रहा है, वो भी मुझे अच्छा लगा। और मेरा पेंटिंग करने का धर्म लेके वो बता रहा है जो ये क्या पेंटिंग है, वो भी मुझे अच्छा लगा सुन के। और ये जो कलर है, वो पेंटिंग का जो कलर है वो सब नेचुरल कलर है, उससे ही बनाया है, इसलिए सब लोग को बहुत ज़्यादा अच्छा लगा। ഗോത്രവിഭാഗത്തിൽപ്പെട്ടവർ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കൈകൊണ്ടുണ്ടാക്കിയ പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. പടച്ചിത്ര എന്ന പെയിന്റിംഗ് എക്സിബിഷന് നേതൃത്വം നൽകിയത് പമ്പ ചിത്രകർ, പശ്ചിം മേദിനിപൂർ എന്നിവരാണ്. ഫോക്ലാൻഡിന്റെ സഹകരണത്തോടെയാണ് ഇങ്ങനെയൊരു ശില്പശാല കോളേജിൽ ഒരുക്കിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഇത്തരം കലാവൈഭവത്തെ അടുത്തറിയാൻ സാധിക്കാത്തവർക്ക് നാട്ടിൽ അതിനുള്ള അവസരം ലഭിക്കുകയായിരുന്നു ശില്പശാലയിലൂടെ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.